എല്ലാവർക്കും ടെക് ന്യൂസിന്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 1 രൂപയ്ക്ക് റീചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 GB പെർ ഡേ നെറ്റും അൺലിമിറ്റഡ് കോളും ഒരു മാസത്തേക്ക് കിട്ടുന്ന ഒരു ഓഫറായിട്ട് BSNL വന്നിട്ടുണ്ട്. അതിന് അവർ വിളിക്കുന്ന പേര് ഫ്രീഡം പ്ലാൻ എന്നാണ്. അത് തന്നെ ഇതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഓഗസ്റ്റ് 31 തീയതി വരെയാണ്. പിന്നെ ഇത് എല്ലാവർക്കും ഒന്നും കിട്ടുമെന്ന് വിചാരിക്കേണ്ട, പുതിയതായിട്ട് എടുക്കുന്ന യൂസേഴ്സിന് വേണ്ടി മാത്രം ഇറക്കിയ ഒരു ഓഫറാണ്. സംഭവം എന്ന് വെച്ചാൽ അവർക്ക് പുതിയതായിട്ട് കുറച്ച് കസ്റ്റമേഴ്സിന് വേണം, അപ്പോൾ അവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഇറക്കിയ ഒരു പ്ലാനാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒക്കെ BSNL സിം പുതിയതായിട്ട് എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സമയമാണ് ഇതെന്ന് പറയുന്നത്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് പിക്സലിന്റെ ഫോൺ ഓഗസ്റ്റ് 20 തീയതി റിലീസ് ചെയ്യാൻ പോവാണ്. 4 മോഡൽസ് ആയിരിക്കും ഉണ്ടാവുക, ഫോൾഡബിൾ ഉൾപ്പെടെ. അതുപോലെ തന്നെ ഈ തവണ പ്രൊസസർ നിർമ്മിക്കുന്നത് സാംസങ് അല്ല, TSMC ആയിരിക്കും. അപ്പം പ്രൊസസറിലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. അതുപോലെ തന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 16 ആയിരിക്കും. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഫോൺ റിലീസ് ചെയ്യുന്നത് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ പിക്സലിന്റെ കേസ് പറഞ്ഞപ്പോൾ ഈ പിക്സലിനെ വെച്ചിട്ട് ഗൂഗിൾ നൈസായിട്ട് ആപ്പിളിൽ നിന്ന് ഊക്കി വിട്ടിട്ടുണ്ട്. കാരണം അവർ AI ഫീച്ചേഴ്സ് ഒക്കെ ഭയങ്കര ഡിലേ ആണല്ലോ. സംഭവം എന്ന് വെച്ചാൽ അവരൊരു വീഡിയോ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളൊരു ഫോൺ എടുക്കുന്നത് അപ്കമിങ് ഫീച്ചേഴ്സിനാണെങ്കിൽ, പക്ഷേ ആ അപ്കമിങ് ഫീച്ചർ ഒരു വർഷമായിട്ടും വരുന്നില്ലെങ്കിൽ, ഒന്നല്ലെങ്കിൽ നിങ്ങൾ അപ്കമിങ് എന്ന് പറഞ്ഞ വാക്കിന്റെ ഡെഫിനിഷൻ മാറ്റണം, അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ മാറ്റണം. സംഭവം ആപ്പിൾ യൂസേഴ്സിനൊക്കെ പിക്സൽ ഫോൺ എടുക്കാനാണ് പറയുന്നത്. പക്ഷേ പിക്സലിന് അറിയില്ലല്ലോ ഈ ആപ്പിൾ ഫോൺ എടുക്കുന്നത് ഫീച്ചേഴ്സിന് വേണ്ടി മാത്രമല്ല, ബ്രാൻഡ് വാല്യൂക്കും അതുപോലെ തന്നെ ഷോ കാണിക്കാനും കൂടി വേണ്ടിയാണ്. അടുത്തൊരു ആപ്പിൾ ന്യൂസ് എന്ന് പറയുന്നത് iPhone 17 സെപ്റ്റംബർ 9, 10 അല്ലെങ്കിൽ 12 റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഈ തവണ പുതിയതായിട്ട് iPhone Air എന്ന് പറഞ്ഞൊരു പുതിയൊരു മോഡലും വരുന്നുണ്ടെന്നാണ് അറിയുന്നത്. പിന്നെ കുറച്ചൊക്കെ ബാറ്ററിയിൽ ചേഞ്ച്, ക്യാമറയിൽ ചേഞ്ച്, അങ്ങനെയുള്ളതൊക്കെ ഉള്ളൂ. സാധനം ഇറങ്ങുമ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ലോഞ്ചിന്റെ കൂടെ തന്നെ സാധാരണയുള്ള പോലെ തന്നെ വാച്ചും എയർപോഡ്സും എല്ലാം വരുന്നുണ്ട്. പിന്നെ വേറെ ന്യൂസ് എന്ന് പറഞ്ഞാൽ ആപ്പിളിന്റെ ഫോൾഡബിൾസ് വരുമെന്ന് പറഞ്ഞൊരു ലീക്ക് ഉണ്ടായിരുന്നു. iPad ഫോൾഡും അതുപോലെ തന്നെ iPhone ഫോൾഡൊക്കെ. പക്ഷേ അത് ഈ വർഷം ഒന്നും ഉണ്ടാവില്ല, അടുത്ത വർഷമായിരിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ iPad ഫോൾഡ് അടുത്ത വർഷം ഉണ്ടാവില്ല, അതിനുശേഷം വരുന്ന വർഷമായിരിക്കും ന്യൂസ് വരുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഇഷ്ടംപോലെ ആൻഡ്രോയിഡ് ഡിവൈസസിന്റെ റിലീസ് വരുന്നുണ്ട്. ഓഗസ്റ്റ് 9 തീയതി റെഡ്മി 50C എന്ന് പറയുന്ന മോഡൽ ഇറങ്ങുന്നുണ്ട്. ഇത് 15,000 രൂപയ്ക്ക് താഴെയുള്ളൊരു മോഡലായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ വരുന്ന LCD ഡിസ്പ്ലേ, 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ്, ഡയമൻസിറ്റിൻ്റെ ഒരു പ്രൊസസ്സറൊക്കെ ആയിരിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ വരുന്നത് വിവോന്റെ V60 എന്ന് പറയുന്ന മോഡൽ വരുന്നുണ്ട്. അത് ഓഗസ്റ്റ് 12 തീയതി ആയിരിക്കും റിലീസ് ചെയ്യാൻ പോകുന്നത്. അതൊരു മിഡ് റേഞ്ച് ഫോണായിരിക്കും. ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പുള്ള സ്നാപ്ഡ്രാഗൺ 7 Gen 4 പ്രൊസസ്സറൊക്കെ വരുന്നൊരു മോഡലായിരിക്കും. അതും ഒരു 20,000 റേഞ്ചിലൊക്കെ ആയിരിക്കും പ്രൈസിംഗ് ആണ് അറിയാൻ സാധിച്ചത്. പിന്നെ വരുന്നത് ഓപ്പോന്റെ K30 ടർബോയും ടർബോ പ്രോ എന്ന് പറഞ്ഞൊരു മോഡൽ വരുന്നുണ്ട്. അതിൽ ടർബോ എന്ന് പറഞ്ഞതിൽ ഡയമൻസിറ്റിന്റെ 8450 എന്ന് പറഞ്ഞ പ്രൊസസ്സറും, പ്രോയിൽ സ്നാപ്ഡ്രാഗൺ 8S Gen 4 ആയിരിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ രണ്ടിലും 7000 mAh ബാറ്ററി, അതുപോലെ തന്നെ കൂളിംഗ് സിസ്റ്റം ഒക്കെ ഇൻബിൽഡ് ആയിട്ട് വരുന്ന ഗെയിമേഴ്സിനെ ഫോക്കസ് ചെയ്തൊരു ഫോണാണ് ഇതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ പോക്കോന്റെ M7 Plus എന്ന് പറഞ്ഞൊരു മോഡൽ വരുന്നുണ്ട്. അത് ഓഗസ്റ്റ് 13 തീയതി ആയിരിക്കും. അത് പ്രൈസ് ചെയ്യുന്ന ഒരു 15,000 രൂപയ്ക്കായിരിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഇതിലെ പ്രൊസസ്സർ പറഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 6S Gen 3 ആയിരിക്കും എന്നും പറയുന്നുണ്ട്. പിന്നെ ഇതിൽ 7000 mAh ബാറ്ററി, 31 വാട്ടിന്റെ ചാർജർ, 50 MB ക്യാമറ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഇതിലും വരുന്നുണ്ട്. പിന്നെ വരുന്ന ഫോൺ എന്ന് പറഞ്ഞാൽ ഇൻഫിനിക്സിന്റെ 30 GT എന്ന് പറയുന്ന മോഡലാണ്. ഇപ്പോൾ ഇതിൽ വരുന്ന ഡയമൻസിറ്റിന്റെ 7400 എന്ന് പറഞ്ഞൊരു പ്രോസസ്സർ ആയിരിക്കും. അതുപോലെ തന്നെ 140 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്, 4500 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ്, 1.5K റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ തുടങ്ങി കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ട്രിഗറും ബട്ടൺ തുടങ്ങി ഗെയിമേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഫോണാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ ഒരു വേറെ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇനി മുതൽ റെഡ്മിന്റെ ഭാഗത്ത് നിന്ന് P സീരീസും N സീരീസും ഉണ്ടാകും. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാംസങ് ഒക്കെ ചെയ്യുന്നില്ലേ F സീരീസ്, M സീരീസും, ഫ്ലിപ്കാർട്ടിൽ നിന്ന്, Amazoniൽ നിന്ന്, അതേപോലെ തന്നെ ചെയ്യാനാണ് ഇവരെയും പ്ലാൻ എന്ന് പറയുന്നത്. അതിൽ N എന്ന് പറയുന്നത് ആമസോണിനും P എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ടിനായിരിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ ലോഞ്ച് എന്ന് പറയുന്നത് സാംസങ്ങിന്റെ S25 FE എന്ന് പറയുന്ന ഒരു മോഡൽ വരുന്നുണ്ട്. അതിൽ എക്സിനോസിന്റെ ചിപ്സെറ്റ് ആണെന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ സാധാ ഫോണുകളുടെ എല്ലാ ഫീച്ചേഴ്സും ഇത്രയൊക്കെ തന്നെ, വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ സാംസങ്ങിന്റെ ഒരു A70 എന്ന് പറഞ്ഞ മോഡൽ അടുത്തതിന് റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. യൂറോപ്പിലൊക്കെ ഇത് ലിസ്റ്റിംഗ് നടന്നിട്ടുണ്ട്. മിക്കവാറും ഇന്ത്യയിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. എന്നാ ഡേറ്റ് എന്ന സംഭവം ഒന്നും അറിയില്ല, പക്ഷേ അങ്ങനെ ഒരു മോഡൽ വരുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ ഒരു ഫോൺ എന്ന് പറയുന്നത് iQന്റെ Z Pro Plus എന്ന് പറയുന്ന മോഡൽ ചൈനയിൽ 7 തീയതി റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ വരുന്നത് ഡയമൻസിറ്റി 9400 പ്ലസ് എന്ന് പറയുന്ന പ്രൊസസ്സറും, 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും, 8000 mAh ബാറ്ററി ഒക്കെ ആയിരിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. iQ ആയതുകൊണ്ട് മിക്കവാറും ഇന്ത്യയിൽ വരാനുള്ള ചാൻസും കാണുന്നുണ്ട്. വേറെ ലോഞ്ച് എന്ന് പറയുന്നത് ജിയോന്റെ പുതിയ പീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇത് സാധാരണ പീസ് അല്ല, ക്ലൗഡ് ബേസ് ചെയ്ത PC ആയിരിക്കും. നിങ്ങളുടെ അടുത്ത് ഇപ്പം ഒരു TV ഉണ്ടെങ്കിൽ, ഇവിടെ സെറ്റ് ബോക്സ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, മൗസും കീബോർഡൊക്കെ കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് PC ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അത് എത്രത്തോളം പെർഫോമൻസ് തരും എന്നൊന്നും അറിയില്ല. അതുപോലെ തന്നെ ഇന്റർനെറ്റ് സ്റ്റേബിൾ ആയില്ലെങ്കിൽ നല്ലപോലെ പണി കിട്ടാൻ ചാൻസ് ഉള്ള സാധനമാണ്. പിന്നെ ഇത് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആണ്. 400 മുതൽ 600 രൂപയോളൊക്കെ ആയിരിക്കും ഒരു മാസത്തെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. പിന്നുള്ളൊരു ന്യൂസ് എന്ന് പറയുന്നത് എപ്പിക് ഗെയിംസ് ഗൂഗിളിനെതിരെ കൊടുത്തൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ എപ്പിക് ഗെയിംസ് ജയിച്ചിരിക്കുകയാണ്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗെയിംസിലൊക്കെ പർച്ചേസ് നടത്തുമ്പോൾ ഒരു ഗൂഗിൾ ഒരു ഷെയർ കട്ട് ചെയ്തെടുക്കുമായിരുന്നു. അതേപോലെ തന്നെ ഏതെങ്കിലും തേർഡ് പാർട്ടി പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരതിന് എഗെയിൻസ്റ്റ് ആയിരുന്നു, സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ബേസ് ചെയ്തിട്ട് എപ്പിക് ഗെയിംസ് ഒരു കേസ് കൊടുത്തായിരുന്നു. അപ്പോൾ അതിൽ അവർ ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു വലിയ റെവല്യൂഷണറി മൂവ്മെൻറ്റ് ആയിരിക്കുമെന്നാണ് എല്ലാവരും പറയുന്നത്. ഇത് ഫോളോ അപ്പ് ചെയ്ത് ബാക്കിയുള്ള ആപ്സും ഗെയിം ഡെവലപ്പേഴ്സൊക്കെ തേർഡ് പാർട്ടി പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ മിക്കവാറും നമ്മുടെ യൂസേഴ്സിൻ്റെയും ഡയമണ്ട്സിൻ്റെ ഒക്കെ വില കുറയാനുള്ള ചാൻസ് നല്ലതുപോലെ കാണുന്നുണ്ട്.
വേറെ ന്യൂസ് ChatGPT സ്റ്റഡി മോഡ് എന്ന് പറഞ്ഞ പുതിയ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഡയറക്റ്റ് ഉത്തരം ചോദിക്കുന്നതിന് ഉത്തരം കിട്ടുമല്ലോ ചെയ്യുന്നത്. പക്ഷേ ഇത് കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി പഠിപ്പിക്കാൻ വേണ്ടിയുള്ള സംഭവമാണ്. പക്ഷേ ഇത് പ്രീമിയം വേർഷനിൽ മാത്രമേ കിട്ടൂ. അതുകൊണ്ട് വലിയ ഉപകാരമൊന്നും കാണാൻ പോകുന്നില്ല. പിന്നെ ഒരു ന്യൂസ് സ്പോട്ടിഫൈൻ്റെ ചാർജ് കൂടാൻ പോവാണ്. യൂറോപ്പിൽ കൂടിയിരിക്കുന്നത് €1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ₹100 അടുത്ത് വരും. ഇന്ത്യയിൽ എത്രയാണ് കൂടുന്നതെന്ന് കറക്റ്റായിട്ട് പറഞ്ഞില്ല. പക്ഷേ ഇന്ത്യയിൽ കൂടുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അവർ കൂടാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളുടെ ലിസ്റ്റ് ഇട്ടപ്പം സൗത്ത് ഏഷ്യ ഒക്കെ ഉണ്ട്. അപ്പം കൺഫേം ആയി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മെയിൻ ന്യൂസസ് എന്ന് പറയുന്നത്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട്